ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വഅബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മൂസറൈൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരും ഉസ്മാൻ തങ്ങളും മുതലാളിമാരായിരുന്നല്ലോ എന്ന് അബൂ സുലൈമാൻ തങ്ങളോട് അഹ്മദ് ഇബ്നു അബിൽ ഹവാരി തങ്ങൾ പറഞ്ഞപ്പോഴേ മഹാനായ അബൂ സുലൈമാൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഉസ്കുത്, മിണ്ടാണ്ടിരിക്ക്, നീ എന്താണ് ഈ പറയുന്നത്? ഇന്നമാ കാന ഉസ്മാനു വഅബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഖാസിനൈനി മിൻ ഖസാഇനില്ലാഹി ഫീ അർളി. അല്ലാഹുവിൻ്റെ ഭൂമിയിലെ അല്ലാഹുവിൻ്റെ നിധികളുടെ സൂക്ഷിപ്പുകാരായിരുന്നു അവര്. യുൻഫിഖാനി ഫീ വുജൂഹിൽ ഖൈർ, അവര് നന്മയുടെ വഴികളിൽ അത് ചെലവഴിച്ചവരാണ്. നന്മയുടെ വഴിയിൽ ചെലവഴിച്ചവരാണ് അവർ. വെറും ഒരു മുതലാളിമാരാവുക എന്നതിൽ എന്തിരിക്കുന്നു? അവരും കുടുംബവും മക്കളും മാത്രം. ഇത് ഞങ്ങൾക്കുള്ളതാ, ഞങ്ങൾക്ക് ഇത്ര സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് ഇത്ര വലിയ വീടുണ്ട്, ഞങ്ങൾക്ക് ഇത്ര സൗകര്യമുണ്ട്. എന്നിട്ട് മരിച്ചുപോയ 6 അടി മണ്ണ് അതും നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉള്ള പോലെ 6 അടി മണ്ണുണ്ട്. എപ്പോഴാണ് അവർ വ്യത്യസ്തരാകുന്നത്? ആ സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? സ്വന്തം കുടുംബത്തിലെ മിസ്കീന്മാർക്ക് ഉപകാരമുണ്ടോ? നാട്ടിലെ മസ്ജിദിന്, മദ്രസക്ക്, നല്ല കാര്യങ്ങൾക്ക് വല്ല ഉപകാരം അതുകൊണ്ട് നടക്കുന്നുണ്ടോ? ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് കാര്യം? ആ സമ്പത്ത് കൊണ്ട് ഒരു കാര്യമില്ല. അവരുണ്ട്, മരിച്ചുപോയി, കുട്ടികൾ അത് അടിച്ചു മാറി ജീവിക്കും, അവരടിച്ചു പൊളിക്കും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. വാപ്പ ഉണ്ടാക്കി വെച്ചു, മക്കള് എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും വെറും ഒരു സമ്പന്നരായിരുന്നു എന്ന് പറഞ്ഞു നിർത്തരുത് എന്ന് അബൂ സുലൈമാൻ റഹ്മഹുല്ലാഹ് സൂചിപ്പിക്കുകയാണ്. അവർ അല്ലാഹുവിൻ്റെ ഖജനാവുകളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. യുൻഫിഖാനി ഫീ വുജൂഹിൽ ഖൈർ, നന്മയുടെ വഴികളിലാണ് അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അൻസ്വാരികളിലെ, മുഹാജിറുകളിലെ മുതലാളിമാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് ചെലവ് കൊടുത്തിരുന്ന സ്വഹാബിയാണ്. നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, ഹിഫ്ദിന് പഠിക്കുന്ന മക്കള്, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരാണ് നിങ്ങൾ. എത്രയോ നാടുകളിൽ സ്വന്തം വീട് പോലോത്തൊരു വീടാണ് ചെലവ് കുടി എന്ന് മുതഅല്ലിമീങ്ങൾ പറയും. എൻ്റെ ചെലവ് കുടി. ഞാനൊരു സുഹൃത്തിനെ മസ്കറ്റ് എയർപോർട്ടിൽ വെച്ച് കണ്ടു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോടെങ്ങാനും ആണ്. അപ്പം ഞാൻ ചോദിച്ചു, ഫ്ലൈറ്റ് എങ്ങോട്ടാണ്? കോഴിക്കോട്ടേക്കാണോ നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചു. ഞാൻ UAE വരികയാണ്. അദ്ദേഹം പോകുന്നത് എന്നോട് പറഞ്ഞു, ഞാൻ കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഞാൻ ചോദിച്ചു, എന്തേ കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റ് കിട്ടാത്തത് കൊണ്ടാണോ? എന്തേ കൊച്ചി പോയത്? ദൂരല്ലേ, എങ്ങനെ വീട്ടിലേക്ക് എത്തുക എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ഉംറ കഴിഞ്ഞ് വരികയാണ്, എൻ്റെ ചെലവ് കൂടി എറണാകുളം എയർപോർട്ടിൻ്റെ അടുത്താണ്. ആ ചെലവ് കൂടിയിലെ ഉപ്പയോടും ഉമ്മയോടും അവരൊന്ന് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. മാഷാ അല്ലാഹ്, വല്ലാത്ത ഇഷ്ടം തോന്നി. അങ്ങനെ എത്രയോ നൂറുകണക്കിന് വീടുകളിൽ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയും അതുതന്നെയാണ്. സാധുമാർക്ക്, മുതഅല്ലിമീങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന എത്രയോ സ്നേഹത്തിൻ്റെ കുടിലുകൾ. അള്ളാഹുവിൻ്റെ ഹബീബിന് അൻസ്വാരികൾ കൊടുത്തിരുന്നത് അങ്ങനെയാണ്. പുണ്യനിബിതങ്ങൾ ആ മസ്ജിദിൻ്റെ ഇമാമാണ്, ഖതീബാണ്, ഖാദിയാണ്, നബിയാണ്, മുഅല്ലിമുൽ ഖൈറാണ്, എല്ലാമാണ്. പുണ്യനിബിതങ്ങൾക്കെന്ന് ചെലവ് കൊടുത്തിരുന്ന സ്വഹാബിയാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. നിബിതങ്ങൾ ഏത് ഭാര്യയുടെ വീട്ടിലാണെങ്കിലും കാന ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സഅദ് ഇബ്നു ഉബാദ കുല്ല യൗമിൻ ജഫ്ന തദൂറു മഅഹു ഹൈസു ദാറ മിൻ നിസാഇഹി. നബിയുടെ എല്ലാ വീട്ടുകാർക്കും, ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരിൽ എല്ലാവരുടെ വീട്ടിലേക്കും ആവശ്യമായ ഭക്ഷണങ്ങൾ സഅദ് ഇബ്നു ഉബാദ തങ്ങളായിരുന്നു കൊണ്ടുകൊടുത്തിരുന്നത്. വല്ലാത്ത ഭാഗ്യവാനാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. ഈ സംഭവം പറയുമ്പോൾ യഹ്യ ഇബ്നു അബീ കസീർ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ആലിമ് അവർ പറയുമായിരുന്നു, ഞാൻ അള്ളാഹുവിനോട് ദുആ ഇരക്കുന്നുണ്ട്, അല്ലാഹുമ്മ ർസുഖ്നീ മാലാ, പടച്ചവനെ സമ്പത്ത് നൽകണേ. ഫഇന്നഹു ലാ യുസ്ലിഹുൽ ഫിആല ഇല്ലൽ മാൽ, കർമ്മങ്ങൾ നന്നാവേണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ. ഒരു അതിഥിയെ സൽക്കരിക്കണമെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കണം. മാർക്കറ്റിൽ ചെന്നാൽ സാധനങ്ങൾക്ക് എന്താണ് വില? പൈസ വേണ്ടേ? അപ്പോഴല്ലേ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ബന്ധുക്കളെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ഒരു കുടുംബ സംഗമം നടത്തണം, പൈസ വേണം.
അല്ലാഹുവേ അല്ലാഹുമ്മ ർസുഖ്നി മാല, നീ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് ഹലാലായത് എനിക്ക് നൽകണം. ഫഇന്നഹു ലാ യുസ്ലിഹുൽ ഫിആല ഇല്ലൽ മാൽ. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു സമ്പത്തുണ്ടായത് കൊണ്ടല്ലേ ഹബീബായ നബി തങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ പറ്റിയത്, ഹബീബിന് ഭക്ഷണം എന്നും കൊണ്ടു കൊടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് റബ്ബേ എനിക്കും അത് സാധ്യമാക്കണേ. ഇപ്പൊ പാവപ്പെട്ട ചില വീടുകളിൽ ചെലവ് കുടി എന്ന് നമ്മൾ പറയുന്ന ആ സംഭവം ദർസൊക്കെ നടക്കുന്ന വീടുകളിൽ, മഹല്ലുകളിൽ എല്ലായിടത്തും കാണാൻ പറ്റും. അപ്പോൾ പാവപ്പെട്ടവർ പറയും, ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഉസ്താദേ, ഞങ്ങളെ കൊണ്ട് കഴിയില്ല, കമ്മിറ്റിക്കാരെ ഞങ്ങളൊന്ന് ഒഴിവാക്കി തന്നേക്ക്, ഞങ്ങളെ കൊണ്ട് കഴിയില്ല. എന്തേ? അവർക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് വയ്യ. അവരുടെ നീയത്തിന് അല്ലാഹു കൂലി കൊടുക്കും. അപ്പം സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നല്ലോ എന്നൊരു വശം അവിടെ ഉണ്ട്. മഹാനായ യഹ്യ ഇബ്നു അബീ കസീർ തങ്ങൾ ദുആയിരക്കാണ്, റബ്ബേ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യണമെങ്കിൽ പൈസ വേണം. ഇപ്പോൾ പള്ളിക്ക് നമ്മുടെ സീതയിൽ പോയി പള്ളിയിലേക്ക് നമ്മുടെ അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വർക്ക് ചെയ്യണം, പൈസ എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ റബ്ബേ, ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ, ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. സമ്പത്ത് അല്ലാഹുവിനോട് ചോദിക്കണം. എന്തുകൊണ്ട്? ആ സമ്പത്ത് സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു കൊടുത്തു, അതുകൊണ്ട് അവർ സ്വർഗം വാങ്ങി, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്ന പണികൾ അവർക്ക് ചെയ്യാൻ പറ്റി. അതിന് മേന്മ നടിക്കാനല്ല, അഹങ്കരിക്കാനുമല്ല, നെഞ്ചി വിരിച്ച് നടക്കാനുമല്ല. പിന്നെയോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അത് വേണ്ടയോ? അള്ളാഹു നമ്മളിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ജോലി നൽകട്ടെ. ഉള്ള ജോലികളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും അള്ളാഹു അനുഗ്രഹവും ചെയ്യട്ടെ. നമ്മുടെ ഗൾഫിലും വിദേശങ്ങളിലുമൊക്കെ ജോലിക്ക് കച്ചവടത്തിനൊക്കെ പോയ ആളുകൾക്കൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.